പിന്നെ പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് എനിക്കൊരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാടാണ്. ഞാൻ മരിച്ചിട്ടല്ലാതെ ഒരു ഫോട്ടോ കേരളം മുഴുവൻ വരണം എന്ന് ആഗ്രഹിച്ചത് പെരിന്തൽമണ്ണയിൽ നിന്നാണ്. ഇവിടെ സൂഫി സാറ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടായിരുന്നു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലോത്സവം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ, അന്ന് MIT മ്യൂസിയം ഒന്നുമില്ല, ഞാൻ +1 പഠിക്കുകയാണ്. അപ്പോൾ കുറേ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ കലോത്സവത്തിൽ എല്ലാ മത്സരത്തിലും കിട്ടി. ഒരു സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നു. അതിൻ്റെ ഒരു 2 മാസം മുമ്പാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും പിന്നെ വലിയ സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പോകണ്ട, ബാക്കിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എല്ലാവരും ഡാൻസും ഇതൊക്കെ കളിച്ചിട്ടാണോ നിങ്ങൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും എൻ്റെ പപ്പയാണ്. ഇങ്ങനെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ എന്നെ ഒരു വലിയൊരു നടിയായി കാണാനും ഒരു കലാകാരിയായി കാണാനും ഒക്കെ ആഗ്രഹിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് അതിനുവേണ്ടി തടസ്സം നിൽക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പം എൻ്റെ രണ്ടാമത്തെ ചേച്ചി സുമി, ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മേനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഞങ്ങൾ മത്സരത്തിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതേപോലെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു PTA നമ്മുടെ സ്കൂളിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ ടൗണിലുള്ള സ്കൂളാണ്, ഏതാണ് എനിക്ക് ബോയ്സ് സ്കൂളാണ്, ബോയ്സ് സ്കൂളാണെന്ന് തോന്നുന്നു. ആ സ്കൂളിൽ വന്നിട്ടാണ് ഞാൻ മത്സരത്തിന് പങ്കെടുക്കുന്നത്. പക്ഷേ നമുക്ക് അന്ന് കുറേ പക്കമേളമൊക്കെ ഉപയോഗിക്കണം, ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം പലതിലും പങ്കെടുക്കാൻ. ഇന്നത്തെ പോലെ കാസറ്റ് ഒന്നും ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഓട്ടം തുള്ളലാണ് ആദ്യത്തെ ദിവസം. പിന്നെ കുച്ചിപ്പുടി ഉണ്ട്, ഭരതനാട്യം ഉണ്ട്, മോണോക്ട് ഉണ്ട്, നാടകമുണ്ട്, അങ്ങനെ കുറേ മത്സരങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഓട്ടം തുള്ളലിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, മോളെ പക്കമേളത്തിലൊക്കെ ഭയങ്കര പൈസയാവും, 50,000 രൂപയാവും. അന്ന് 50,000 രൂപയൊക്കെ വലിയ പൈസയാണ്, 50,000 രൂപയാവും. അതുകൊണ്ട് ഞാൻ പാടിത്തരാം, പിന്നെ ഓർണമെന്റ്സും മേക്കപ്പും ഒക്കെ തരാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന്, നിനക്ക് അത്ര ആഗ്രഹമായതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാം, നമുക്കൊരു അവസരം കിട്ടിയതല്ലേ എന്നുള്ള രീതിയിൽ എൻ്റെ ആശാനും ഞാനും ആണ് വന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസത്തെ മത്സരം നടക്കുകയാണ്. അപ്പോൾ അത് മത്സരം നടന്നു, റിസൾട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ പറഞ്ഞു 1ാം സമ്മാനം എനിക്കല്ല കിട്ടിയത്, എന്നെ 3ാം സ്ഥാനത്തേക്ക് തള്ളി, പക്കമേളമില്ലാത്തതിനാൽ. അപ്പോൾ ജഡ്ജസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെ പക്കമേളമില്ലാത്തതിനാൽ ചെസ് നമ്പർ 103 3ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു, 1ാം സ്ഥാനം എന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി. പിന്നെ എന്ത് ചെയ്യും, അന്നേ ഞങ്ങൾ കുറച്ച് ഐഡിയ കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് മാധ്യമങ്ങളെ ഒന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞു. പിന്നെ അവൾ എൻ്റെ ഐഡിയ ആയിട്ട് അവിടെയുള്ള മാധ്യമങ്ങളെ പോയി കണ്ടു. ഇന്നത്തെ ഇതുപോലെയല്ല, ഇത്രയും മാധ്യമങ്ങളല്ല, അവിടെ ഓരോരോ ക്യാബിനിലായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാട് ഓൺലൈൻ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ അവിടെ പോയി നിന്നു. അപ്പോൾ അവർ ചോദിച്ചു എന്താണ് നിങ്ങൾ പക്കമേള ഉപയോഗിക്കാമെന്ന്. അപ്പം അവൾ എന്നോടൊന്ന് സത്യം തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വികാരം, നമുക്ക് ആ ഒരു വിഷമവും കൂടെ ഒക്കെ വരുമല്ലോ. അങ്ങനെ ഞാൻ കരഞ്ഞു. പിറ്റേന്ന് നിങ്ങൾ പറയണ്ട, തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ പോയി. അത്ര രീതിയിൽ കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്ന മാണിക്യം, ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ നിന്ന് ഉയർന്നു വന്ന നക്ഷത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓരോരോ പത്രത്തിന്റെ തലക്കെട്ടുകളൊക്കെ വന്നു. പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ പെരിന്തൽമണ്ണയിലായിരുന്നു ഡയറക്ടർ ജയരാജ് സാറിന്റെ ഭാര്യ വീട്. ഈ ഭാഗത്ത് എവിടെ ഒരു ഇല്ലത്താണ്. അപ്പം അദ്ദേഹം ഈ ന്യൂസ് കാണുകയും അങ്ങനെയാണ് എന്നെ ബൈ ദ പീപ്പിൾ എന്ന് പറയുന്ന ഫോർ ദ പീപ്പിളിന് ശേഷമുള്ള പടത്തിലേക്ക്, സിനിമയിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം തന്നിട്ടുള്ള ഒരു നാടാണ് പെരിന്തൽമണ്ണ. അതുകൊണ്ട് പെരിന്തൽമണ്ണ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് നാടകത്തിൽ മികച്ച നടിയും മോണോക്ടിൽ ഫസ്റ്റും ഒക്കെ കിട്ടി. സൂഫി സാറിന്റെ കയ്യിൽ നിന്നൊക്കെ സമ്മാനം ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം അതേ വേദിയിൽ തന്നെ ഉണ്ടായി. പക്ഷെ അത്രയും എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു മൊമെന്റ് തന്ന, അല്ലെങ്കിൽ എന്നെ ഒരു സിനിമയിലേക്ക് ഒരു കാലെടുത്ത് വെക്കാനുള്ള ഒരു അവസരം തന്നിട്ടുള്ള ഒരു നാടാണ് ഈ ഒരു പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. Jam June Hypermarket, exceeding expectations.